ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് സൂറിക് നഗരത്തിലാണ്. നമ്മളുടെ യാത്ര പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആരേ ഗോർഗ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്ട്രീമൊക്കെ ഒഴുകുന്ന ഒരു അടിപൊളി ഒരു നാച്ചുറൽ ഒരു ബ്യൂട്ടിയിലോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ സൂറിക് നഗരം ഉണ്ടല്ലോ, വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ റിസ്ക്കും അത് ഭയങ്കര ടാസ്കുമാണ്. ഒത്തിരി ചെറിയ ചെറിയ റോഡുകളും വളവും തിരിവും കാരണമുള്ള ഒരു കൺഫ്യൂഷനാണ് എങ്ങോട്ട് പോകണമെന്ന്. നമ്മളിപ്പോൾ എന്തായാലും ഹൈവേക്കോട്ടുള്ള റോഡിൽ കയറിയെന്ന് തോന്നുന്നു. അങ്ങോട്ടുള്ള ആ ഒരു ഇത് പോകാതിരിക്കാനായിരിക്കും, ശ്രദ്ധ പോകാതിരിക്കാനാ. നമ്മൾ ഗൊത്താഡ് ടണൽ, നമ്മൾ അതിലൂടെയാണോ പോകുന്നത്? In 600 meters, use the middle lane to stay on A3W. ഖൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഖൂർ അല്ല, ഖൂർ. അറിയത്തില്ല, രണ്ട് ചിലത് അങ്ങനെ പറയും. എന്താ അവിടുന്ന് മറ്റേ ബെർണിയ എക്സ്പ്രസ് പോകുന്നത്? ബെർണിയ എക്സ്പ്രസ്, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ബെർണിയ എക്സ്പ്രസ്. ഈ ആൽപ്സ് പർവ്വതനിരയിൽ കൂടി പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അതിൽ കയറണമെങ്കിൽ ഖൂർ ടു മിലാൻ അല്ലേ? Continue on A3W for 1 kilometer. ഇവര് വഴി തെറ്റിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞത് ആ ബേൺ എന്ന് പറഞ്ഞ ആ കണ്ട ബോർഡുണ്ടല്ലോ അതുവഴി പോകാൻ, പക്ഷെ ഇവര് പറഞ്ഞു ഖൂർ എന്ന് പറഞ്ഞിട്ട് ആ ബോർഡിന്റെ അതുവഴി പോകാൻ. അവസാനം തിരിച്ച് ബേൺ എന്ന് പറഞ്ഞ അതിലോട്ട് നമ്മൾ കയറി. ഇനി നമ്മൾ അടുത്ത ടണലിലോട്ട് കയറുവാണ്. ഈ ടണലിന്റെ പേര് എന്നാ, ഊഡ്ലിബർഗ്. നാക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും ട്വിസ്റ്റാണ്. വാവ്, സൂപ്പർ ടണൽ, സോ ബിഗ്. ഇത് എത്ര കിലോമീറ്റർ ആയി ഈ ഒരു ടണല്? 3 കിലോമീറ്ററോ 5 കിലോമീറ്ററോ? ഇറ്റ്സ് റിയലി ഗുഡ് വൺ. അത് നമ്മുടെ അല്ലടേ, നമ്മുടെ ജീവിയാ. അവനൊന്ന് വരട്ടിച്ചല്ലേ. ഞാൻ പതുക്കെയാണ് ഗൈസ് പോകുന്നത്, പതുക്കെ. നമ്മൾ ആ ടണൽ ഇതുവരെ ഓടിച്ച് തീർന്നിട്ടില്ല, കുറെ നേരമായിട്ട് ഓടുക. അതെ, ഇപ്പൊ കഴിയും. അങ്ങനെ ടണൽ കഴിഞ്ഞു. ഫ്രണ്ടിൽ കാണുന്ന ആൽപ്സ് പർവ്വത നിരകളാണ്. കുറച്ച് ഭാഗമൊക്കെ ഐസ് ഉണ്ട്. You can avoid it and save 8 minutes. But your new route will also have tolls. If you prefer to stay on the current route, tap no thanks. കൊടുക്കുന്നുണ്ടല്ലോ ഓൾറെഡി. വിനിയറ്റ് അക്സെപ്റ്റ് ചെയ്തു. പൈസ കൊടുത്തില്ല. അതെ, ഓ 1:35 ആയി. ഭാഗ്യം. 1:35 കഴിഞ്ഞാ ഇപ്പൊ സമയം എന്തായി? അല്ല, 1:35 ആയി. അങ്ങനെ കുറച്ചു നേരം ഞാൻ ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. ഹൈവേ ഇങ്ങനെ പോകുന്നു. സ്ഥലത്തിൻ്റെ പേര്, പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ആരേ ഗോർഗ്. ഈ സ്ഥലത്തിൻ്റെ പേര് സുഗ് എന്നാണ്. സുഗ് ചെറിപ്പഴമൊക്കെ കണ്ടവാനം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. സുഗ്. ചിയാസോ നമ്മുടെ ബോർഡർ. അങ്ങോട്ടും ഇതിൽ പോവാം. ശരി, ചിയാസോ. സ്വിറ്റ്സർലൻഡിന്റെ നടുവിലൂടെ അല്ല, ഇങ്ങനെ കീഴ് മുറിച്ചൊക്കെ പോയാൽ മതി. ചിയാസോ. നീ എന്നെ വഴി തെറ്റിച്ച സ്ഥലമാണ് അവിടെ. ഓർക്കുന്നുണ്ടോ? എയർപോർട്ടിലോട് പോകുന്നേരത്ത് മിണ്ടാണ്ടിരുന്നു ഞാൻ. എന്നിട്ട് ചിയാസോയിലോ അതെവിടെയായിരുന്നു? കോമോ. കുതിരയെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ടോ? കുതിരയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു കാറായത് കണ്ടോ വണ്ടി. ഒത്തിരി അടുത്തൂടെ ഞാൻ പോകുന്നില്ല. അതിലത് ബാക്കിൽ കൂടെ അടിച്ചാൽ എന്ത് ചെയ്യും? കിക്ക് ചെയ്താൽ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ഞാൻ പതുക്കെ പോവാം. ഇറങ്ങി വന്നാലേ എത്ര ഭംഗിയാന്ന് നോക്കിയാ ആ ഒരു ഗ്രാമങ്ങളൊക്കെ കാണാൻ. 120. ഞാൻ 120 പോകുന്നത്. ഇറക്കമായതുകൊണ്ട് 130 വന്ന
ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വണ്ടി ഓടിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഓരോ വളവും തിരിവും എല്ലാം നോക്കിക്കോണം. കാരണം ഓരോ സമയത്തും ഓരോ സ്പീഡ് ലിമിറ്റ് ആയിരിക്കും. ഇപ്പം 120 ആണ് അവർ പറയുന്നത്, കുറച്ച് കഴിയുമ്പോൾ 50 ആയിരിക്കും പറയുന്നത്. നമ്മളെ 120 തന്നെ പോകാൻ പാടില്ല, അപ്പോൾ 50 ആക്കി വേണം. കാര്യമായിട്ട് ക്യാമറയൊന്നും ഇല്ലേലും അത് ഫോളോ ചെയ്യണം. ഇതൊക്കെ സ്വിറ്റ്സർലൻഡ് ഗ്രാമങ്ങളാണ്. ഓൾമോസ്റ്റ് റാവൻസ്ബർഗിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ. കാരണം ബോർഡർ ആയതുകൊണ്ട് ഇതേ ലുക്കാണ്. സ്വിറ്റ്സർലൻഡിലൊക്കെ ഉള്ള ഒരു സൊക്കാർ എന്ന് പറഞ്ഞിട്ടൊരു പെട്രോളിയം കമ്പനിയുണ്ട്, സൊക്കാർ. നമ്മൾ യൂറോപ്പിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ എത്ര വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും നമുക്ക് ബോറടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ടയർഡാവുകയോ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഇത്രയും മനോഹരമായ ഗ്രാമങ്ങളിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ വണ്ടി ഇരുന്ന് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിച്ച് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാം. അതൊരു വലിയ ഒരു സ്പെഷ്യാലിറ്റിയാണ് യൂറോപ്പിലെ. മറ്റെവിടാണെങ്കിലും നമ്മൾ ബോറടിക്കും ഒരു 1.5-2 മണിക്കൂറൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത്. ഇതേണ്ട് സ്വിറ്റ്സർലൻഡ് പിള്ളേർ സൈക്കിൾ ചവിട്ടി കറങ്ങി നടക്കുന്നു. അച്ഛനും അമ്മയും, അമ്മ പുറകെ അച്ഛൻ മുന്നിൽ, സെൻട്രലിൽ പിള്ളേർ. ഓ നൈസ്. ഇവിടെ മിക്കവാറും യൂറോപ്യൻ കൺട്രിയിൽ എവിടെ വന്നാലും നമുക്ക് ഇതുപോലെ ഗ്രാമങ്ങളിൽ കൂടെ പോകുമ്പോൾ കാണാം. അവർ സൈക്കിൾ കൊണ്ടിങ്ങനെ ഫാമിലി ആയിട്ട് കറങ്ങും. ചെറുപ്പത്തിലേ അവരെ അത് ശീലിപ്പിക്കും. നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ വണ്ടിയാടാ പോയത്, വോൾവോ. ആ, നീ വേണ്ടെന്ന് പറഞ്ഞില്ലേ? In 500 meters, turn left onto Route 26. Signs for Luzerne, Emmen. ഓക്കെ, ലുസേൺ. നമുക്ക് റെന്റക്കാർ ഇതുപോലത്തെ ഒരു വണ്ടിയാണ് ഓഫർ തന്ന്. നിങ്ങൾക്ക് വേണേൽ പെർ ഡേ 10 യൂറോ എക്സ്ട്രാ തന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയെക്കാളിലും 10 യൂറോയും കൂടെ ഡെയിലി എക്സ്ട്രാ തന്നാൽ ആ വണ്ടി തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ 10 യൂറോ കളയുന്നത് പെർ ഡേ? അപ്പോൾ 19 ദിവസം ആകുമ്പോൾ 200 യൂറോ മാറി കിട്ടും. ഇവിടെ ശരിക്കും ഞാൻ കാർ ഓടിക്കുന്നത് നല്ല സൈക്കിൾ ഓടിക്കുന്ന കാര്യം അവന്മാർക്ക് എന്ത് പരിഗണനയാണെന്നറിയോ? ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ഓരോരുത്തർ ഓരോ സൈക്കിൾ എടുക്കുക, എന്നിട്ട് കറങ്ങുക. റൗണ്ട് ബോട്ട്, ഈ റൗണ്ട് ബോട്ടോ ലുസേൺ. ഇതൊരു പ്രൈവറ്റ് എയർപോർട്ടാണെന്ന് തോന്നുന്നല്ലേ? അതെന്താ ഈ സംഭവം? അത് ഹെലിപ്പാഡോ? ഇതൊരു റെയിൽ പാളം പോകുന്നുണ്ട്. ആ ട്രെയിൻ വരുവാണെങ്കിൽ ഇപ്പൊ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അറിയാം. അതിനൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അത്. സ്വിറ്റ്സർലൻഡ് ലുസേണിലോട്ട് പോകുന്ന റൂട്ടാണിത്. 60 കിലോമീറ്ററാണ് ഇവിടെ നമ്മുടെ സ്പീഡ് ലിമിറ്റ്. നമ്മുടെ യാത്ര അങ്ങനെ തുടരുന്നു. കാണുമ്പോൾ ഒരു മിനി ടൗൺ പോലെ തോന്നിയാൽ ഇത് ഭയങ്കരം ഫാക്ടറികളൊക്കെ ഉള്ള ഒരു വലിയ ടൗണാണ്. ഒരു ഇൻഡസ്ട്രിയൽ സോൺ പോലെ ഉണ്ട്. നമുക്ക് പക്ഷെ കണ്ടാൽ അത് മനസ്സിലാകത്തേ ഇല്ല. അപ്പം ഈ ഗ്രാമത്തിലുള്ള ഈ ഒരു ചുറ്റുപാടിലുള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഇവിടെ. അതുകൊണ്ടാണ് ഇവർ ഭയങ്കര റിച്ചായി മാറുന്നത്. ഇത് ഇപ്പം ഈ ഗ്രാമങ്ങളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇവിടെ എന്താ എങ്ങനെയാന്ന്. പക്ഷെ പണ്ടാരം നമ്മുടെ അരേഗോർഗിലോട്ടുള്ള യാത്ര എങ്ങനെ തുടരുകയാണ്. ഓരോ ഗ്രാമങ്ങളും ആ ചെറിയ ചെറിയ ടൗണുകളും ഒക്കെ പിന്തള്ളി ഇതുപോലെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. എപ്പോഴും നമ്മുടെ വേഗത വളരെ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയാൽ പോകുന്ന കാര്യം. ഇടയ്ക്കൊക്കെ ക്യാമറകളുണ്ട്. ഈ പറയുന്ന ഈ ഗ്രാമങ്ങളിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ മിക്കവാറും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വൃദ്ധരെയാണ് നമുക്ക് കാണാൻ പറ്റുക. ചെറുപ്പക്കാർ കുറവാണെന്നുള്ളതാണ് സത്യം. സ്വിസ് ബ്രൗൺ പശുക്കൾ ഇഷ്ടം പോലെ. എല്ലാം ടാനായെന്ന് തോന്നല്ലേ? അതോ വീട്ടിനകത്ത് ഇരുന്നിരുന്ന് എന്തോ അതിന് ആ ഒരു ടാൻ അടിച്ച പോലെ തോന്നുന്നു. എല്ലാം ബ്രൗൺ കളർ. അങ്ങനെ വരാം അല്ലേ? അതെ അതെ. പശുവിന്റെ രോമം എടുക്കാനും മാത്രം ഇല്ലല്ലോ അവിടെ. എവിടാ? സ്വിസ് ബ്രൗൺ ഒന്നും അത്ര രോമമൊന്നുമില്ല. ഇല്ല. നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്ന ആ പശുവിനെ പറ്റിയാണ്.
അതിനൊക്കെ ഒരു ചെറിയ ഡാർക്ക്നെസ് അടിച്ചിട്ടുണ്ട്. ചൂടടിച്ചിട്ടാണോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്റർലേക്കൻ 59 കിലോമീറ്റർ. അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് നാച്ചുറൽ പോണ്ടാണ് ഇഷ്ടമെന്ന് കുറച്ച് മുമ്പ് നീ പറഞ്ഞ. ഓ എന്താ ഭംഗിയല്ലേ. സ്വിറ്റ്സർലൻഡ് ബ്യൂട്ടി എന്ന് പറയുന്നത് റിയലി നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെ. അത്ര ഭംഗിയാണ് കാണാൻ, അത്ര ഭംഗി. നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തിന്റെ പേര് ആരെഗോർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ആരെഗോർഗ്. ശരിക്കും പറഞ്ഞാല് ഇതെടുക്കായിരുന്നടാ ടവല്. ഇനിയും വേണമെന്ന് പറയരുത് വഴിയിൽ നിന്ന് മേടിച്ചു തരണമെന്ന്. വഴിയിൽ നിന്ന് ഞാൻ ഇനിയിപ്പോ ഒരു ടവല് മേടിക്കണേ കുടുംബം വിൽക്കണം, വേണ്ട. ആ ഓ നമ്മൾ അടുത്ത ടണലിൽ കയറി ഗായ്സ്. ഇത് ഇന്റർലേക്കനിലോട്ട് പോകുന്ന ആ റൂട്ടിലുള്ള ഒരു ടണലാണ്. ഇത് ടണലല്ലേ? 5 കിലോമീറ്റർ ആണ് ഈ ടണൽ. നമ്മളിപ്പോ ഒരു 5-8 ടണൽ കയറി. ഇത് കുറച്ച് ഇത് കുറച്ച് ഭീകര സ്വഭാവമുള്ള ടണലാണ്. കണ്ടോ, കിടക്കുവാണ് ടണല്. സൂപ്പർ ടണൽ. ഇതുണ്ട്, ലേക്കുണ്ട്. ലേക്കിനോട് ചേർന്ന് കുറെ ഗ്രാമങ്ങൾ. ലുങ്കേൺ. ഇത് ചെറിയൊരു ടണൽ, 400 മീറ്ററേ ഉള്ളൂ. സാധാരണ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ പ്ലേസിലൊക്കെ വന്നിട്ട് ട്രാഫിക്. ഒന്നിൽ ആക്സിഡന്റ് നടന്നു കാണും, ഇല്ല റോഡ് വർക്ക് കാണും, സംതിങ്. മിക്കവാറും റോഡ് വർക്ക് ആകാനാണ് സാധ്യത. ഈ തണുപ്പ് കഴിഞ്ഞാണ് ഇവർ ഈ റോഡെല്ലാം വേനൽക്കാലത്ത് മെയിൻ്റെനൻസ് ചെയ്യും. ടണൽ ഗിസ്വിൽ 2 കിലോമീറ്റർ ഉണ്ടല്ലേ. അത്യാവശ്യം വലിയ ടണല. നമുക്കും ഉണ്ടല്ലോ ഒരു ടണൽ പാലക്കാട്, കുതിരാൻ. നല്ല പേര്. ആ കുതിരാൻ ഉണ്ടാക്കിയ സമയത്ത് ഇവര് എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡിലെ എല്ലാ ടണലും ഉണ്ടാക്കി കാണും. ഏയ് അങ്ങനെ പറയരുത്. 20 കൊല്ലം കൊണ്ട് ശരിയായിരിക്കും. ഇവർക്ക് 1 കൊല്ലം വേണം ഒരു ടണൽ ഉണ്ടാക്കാൻ. ഇവർക്ക് അത്ര ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? ഇവര് പറയുന്ന കുതിരാനുമായിട്ടുള്ള ഒരു കമ്പാരിസണാ. കുതിരാൻ എന്ന് പറയുന്ന പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുതിരുന്ന സാധനം കുതിരാൻ. പക്ഷെ സംഭവം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു താഴ്വാരത്താണ്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു. ഇപ്പം നമ്മൾ ദാണ്ട് ആ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. എന്താ രസം ഈ വണ്ടിയാണ്. S500 നമ്മൾ ബാത്റൂമിൽ വന്നു. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയായിരുന്നു. ഒരാൾക്ക് ഇവിടെ പോകുന്നതിന് ഒരു സ്വിസ് ഫ്രാങ്കാണ് ജസ്റ്റ് ഒന്ന് മൂത്രം ഒഴിക്കുന്നതിന്. സാധാരണ നമ്മളിപ്പോൾ ഇതുപോലത്തെ പ്ലേസുകളിൽ ഇപ്പോൾ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ പോയാലും €1 ആവില്ല, $1 ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമുക്ക് റെഡീം ചെയ്യാം. പക്ഷെ ഇവിടെ അതുമില്ല. അതായത് ജസ്റ്റ് ഒരു മൂത്രം ഒഴിക്കുന്നതിന് കയറുന്നതിന് €1 $1 കൊടുത്തേ പറ്റൂ. ഇതൊക്കെ ഇതുപോലത്തെ ഒരു സാധനത്തിനൊക്കെ നമുക്ക് €10 ആണ് ഇതിന്. ഓ ഭയങ്കര വിലയായി. നമ്മൾ പല പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇത് ഞാൻ അവിടെ ഈ സെയിം നൈഫ് ഞാൻ മേടിച്ചിരിക്കുന്നത് €5 പണ്ട്. ഇപ്പോൾ ഇത് €12. ഇവിടെ പൊതുവേ വില കൂടും. നമ്മൾ ആ റെയിൻ ഫോൾസിൻ്റെ അവിടെ ഒക്കെ കിട്ടും €5. അങ്ങനെ ഗൈസ് നമ്മൾ തിരികെ ഇന്റർലേക്കൻ ലക്ഷ്യമാക്കി പോവാണ്. ഇന്റർലേക്കൻ അല്ല, വേറെ ഒരു സ്ഥലമുണ്ട്. വായി പറയാൻ കൊള്ളാത്തൊരു സ്ഥലം. അത് അങ്ങോട്ടാ പോകുന്നത്. ആരെഗോർഗ് എന്ന് പറയുന്ന സ്ഥലമാണ് അത്. ഇഷ്ടം പോലെ ബൈക്ക് റൈഡേഴ്സാണ്.
ഡുക്കാട്ടി, അതുപോലെ BMW, ഇഷ്ടംപോലെ ബൈക്ക്. ദിസ് ഈസ് അവർ കാർ, ഹോണ്ട. നമ്മൾ തിരിച്ച് പിന്നെയും ഹൈവേയിൽ കയറി യാത്ര തുടരുന്നു. ഇത് ഈ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനാ, കണ്ട പറയൂ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. മീൻ പിടിക്കാൻ തോന്നുന്നല്ലേടാ, ഫിഷർ പാരഡൈസ്. മീൻ പിടിക്കണേ അങ്ങോട്ട് പോയാൽ മതി. ഇവിടെ ഇടാൻ വണ്ടി പാർക്കിംഗ്. ആ മുന്നിൽ കാണുന്നതാണ് ആൽപ്സ്. ഓ ഇത് അലപാര ലുക്കാണ്. ഓ ഇത് കണ്ടോ, എന്താ ഭംഗിയാ കാണാൻ ഈ ഒരു ലേക്ക്. ഓഫ് ഇത് നൈസ്. ഒരു സ്ഥലത്തൊന്ന് വണ്ടി ഇട്ടിട്ട് അത് ഇറങ്ങാനോ എടുക്കാനോ ഉണ്ട്, സ്ഥലമുണ്ട്. എവിടെങ്കിലും ദൂരെ ഇട്ടിട്ട് നമ്മൾ നടന്നു വരണം, സ്ഥലമുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. 6 ടൺ, 600 രൂപയല്ല, 6 ടൺ. യുങ്ഫ്രോ പോകുന്ന റൂട്ടാണ് ഇതല്ലേ? യുങ്ഫ്രോ എന്ന് പറഞ്ഞാൽ യങ് വുമൺ. 3000 അടി ഉയരത്തിൽ. അങ്ങനെ നമ്മളുടെ ആ ഒരു ലോങ് റൂട്ട് ഡ്രൈവ് ചെയ്ത് സൂറിക് പട്ടണത്തിൽ നിന്നും ഈ ഒരു സുന്ദരമായ ഗ്രാമത്തിലെത്തി. അരേഗോഗ് എന്ന് പറയുന്ന ഈ ഒരു നല്ല ആൽപ്സിൻ്റെ താഴ്വരയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് അരേഗോഗ്. ഇവിടെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്, കേബിൾ കാറുണ്ട്, അതുപോലെ നമുക്ക് ഒരു അരുവിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അരുവി ഒരു വലിയ ഒരു ഗുഹയ്ക്കുള്ളിൽ കൂടെ, ഒരു വലിയൊരു പർവ്വതത്തിൻ്റെ, ഒരു വലിയ കുന്നിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു സ്ട്രെച്ച് ഉണ്ട്. അത് കാണാനാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഭയങ്കരമായ ട്രാഫിക്കായിരുന്നു ഇന്നിവിടെ, കാരണം ഇന്നിവിടെ ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലോക്കൽസ് ഇവിടെ വന്ന് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. പാർക്കിങ്ങിൻ്റെ ടോക്കൺ ഇട്ടിട്ട് വേണം പോവാൻ. ഇവിടെ ഒരാൾ തണലത്ത് നിൽപ്പുണ്ട്. എന്താ പറഞ്ഞേ? ഏതാ? ആർവി അല്ലേ, റാവൻസ്ബർഗ്. ഇവർ റാവൻസ്ബർഗിൽ നിന്ന് വന്നാന്ന് തോന്നുന്നു. ആർവിയാ. നമ്മുടെ മാതിരി സെയിം സാധനമാണല്ലോ അവർ അടിക്കുന്നത്. സ്പ്രേയാ. ഒരു കേബിൾ കാർ മേലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മേളിൽ ആ സാധനം ഉണ്ടല്ലോ, ആ പറപ്പിക്കുന്നത്, അതുകൊണ്ട് പറപ്പിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ പണ്ട് ഇന്റർലേക്കിന് വെച്ചിട്ട് കണ്ട. ഇപ്പോൾ ശരി കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ ഒരു ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കണം. ഇത് കണ്ടോ, ഇത് ആ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആൽപ്സ് പർവ്വത നിരയിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ട് എവിയൻ വാട്ടർ വിൽക്കുന്നത് ഈ സാധനമാണ്. നമ്മൾ ഈ ട്രെയിനിൽ കയറി വേണം അങ്ങോട്ട് പോകാൻ. ഒരാൾക്ക് എത്രയാ, 16 ഫ്രാങ്കോ അങ്ങനെ എന്തോ. ഫ്രാങ്ക് അല്ല, സ്വിസ് ഫ്രാങ്കാ. ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര ക്രൗഡ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യിക്കുന്ന ആ ഫൗണ്ടൻ്റെ ആ സൈഡിലാണ് ഭയങ്കര. എൻ്റെ ആൾക്കാർ ഒഴിയൊഴി എത്തും ഇവിടെ. എന്ത് തിരക്കാണ് ഇവിടെ. നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പം ഇത് അടയാൻ പോവാണ്. അടുത്ത ട്രെയിൻ വരുന്നതെന്ന് തോന്നുന്നു. ഇതാ അടഞ്ഞു, ഓട്ടോമാറ്റിക്കലി അടഞ്ഞു. ഇവരുടെ കൂടെ അങ്ങ് പോവോ, എന്താ സംഭവിക്കുന്നത് അറിയില്ല. കയറുമോ? എന്താ ഭംഗി ഇവിടെ കാണാൻ.
പിടിച്ചു നിൽക്കണേ നീ കൈ മാറ്റിക്കോ. പേടിയാ. അല്ല, ഇത്ര മനോഹരമായ കാഴ്ചയാണ് ഇത്. നോക്കിയേ, ആൽപ്സ് പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ഒരു ചെറിയ നദിയെന്ന് പറയാൻ പറ്റില്ല, അതിലെ വാട്ടർ സ്ട്രീം അതൊരു നദി പോലെ ഒഴുകി പോവാണ് വേനൽക്കാലത്ത്. മഞ്ഞുകാലത്ത് ഇത് ഇവിടെ വരണ്ട് കിടക്കും. നല്ല ക്ലീൻ വാട്ടറാണ്, നമുക്ക് വേണേൽ കുടിക്കാം, അത്രയും ക്ലീൻ വാട്ടറാണ്. ഹ്യൂമൻ ടച്ച് ഇല്ലാത്ത വെള്ളമാണ് ഇത്. നമ്മൾ ആരഗോർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ടൂറിസ്റ്റിന്റെ ബഹളം കണ്ടോ? ആരഗോർഗിൽ വന്നിട്ട് നമ്മൾ കാണുന്ന ക്രൗഡ് കണ്ടില്ല. ആ ക്രൗഡ് എന്ന് പറയുന്നത് ഇന്നിവിടെ ഓഫ് ആയതുകൊണ്ടാണ് തോന്നി. ഭയങ്കര ക്രൗഡാണ്. ഇതാണ് ക്യൂ. ആൾക്കാരെ അകത്തോട്ട് പോകാനുള്ള ക്യൂവാ. ഇതിന് ശേഷം ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് പോകാൻ. ഭയങ്കര ക്യൂ ആണ്, മണിക്കൂറുകളോളം നമ്മൾ നിൽക്കണം ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇവിടം വരെ വന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്നുള്ളതാണ്. കണ്ടോ, ക്യൂ കണ്ടോ? ഭയങ്കര ക്രൗഡാണ്. നമ്മൾ ഇത്രയും ക്രൗഡ് ഇവിടെ പ്രതീക്ഷിച്ചില്ല. നോക്ക്, അകത്തോട്ട് അങ്ങ് ഭയങ്കര ക്രൗഡ്. അകത്തോട്ട് ഇത്രയും നീളത്തിൽ ക്യൂവാണ്. ആ ക്യൂ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോകാൻ. ഇത് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്, പ്യുവർ വാട്ടറാണ്. ആൾക്കാർ ഇവിടെ നിന്ന് ഫില്ല് ചെയ്യും. കണ്ടോ, ഇതിനകത്തുനിന്ന് കയറിയതിന് ശേഷം ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് നടന്ന് ആ പാറയ്ക്കുള്ളിൽ കൂടെ പോയിട്ട് നടന്ന് ആ പാറയുടെ വെളിവശത്ത് വരും, ആ ഗുഹയിൽ കൂടെ. ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഏതാണ്ട് 14 സ്വിസ് ഫ്രാങ്ക് ആണെന്ന് തോന്നുന്നു ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 2 കിലോമീറ്റർ വളരെ നാരോ ആയിട്ടുള്ള ചെറിയ വഴി കൂടെ ഒരു ഗുഹയുടെ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുന്നു. അതിൻ്റെ അടിവാരത്ത് നല്ല നമ്മൾ ഇപ്പോൾ മുമ്പേ വെളിയിൽ കണ്ട ആ ഒരു ഒഴുക്കുള്ള നദി പോലത്തെ ആയത് അങ്ങുള്ളിൽ നിന്ന് അതിങ്ങനെ ഒഴുകി വരുന്നു. അപ്പം ഭയങ്കര രസകരമായിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് അതിനുള്ളിൽ കൂടെ നമുക്കിങ്ങനെ കണ്ട് നടന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിൽ കൂടെ പോകാം. എന്നിട്ട് ഒരു ഓപ്പണായ പ്ലേസിൽ വരും. അതിനുശേഷം തിരിച്ച് നമുക്ക് അതുപോലെ തന്നെ നടന്നു വരാം. അതാണ് ഈ ഒരു ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത്. പക്ഷെ ഇപ്പം നമുക്ക് പ്രശ്നം, ഇതിനകത്ത് കയറണമെങ്കിൽ തന്നെ 2-3 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കയറിയാൽ ഒരു 2 മണിക്കൂർ നമ്മൾ നടക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാന്ന് പറയുന്നത് കുറച്ച് ടൈമിങ് വെച്ച് നോക്കുമ്പം ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ തിരികെ നടക്കാവുന്നതാണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ തിരികെ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ് ട്രെയിൻ പിടിക്കാൻ. നമുക്കിവിടെ കാണാം ദാസ് ഷെർലോക്ക് ഹോംസ്. അതായത് പണ്ട് ഒരിക്കൽ ഷെർലോക്ക് ഹോംസിനെ നമുക്ക് എവിടെ കാണാം. കണ്ടോ, ഷെർലോക്ക് ലോഞ്ച്, ഷെർലോക്ക് ഹോം, അതുപോലെ ഷെർലോക്കിൻ്റെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഷെർലോക്ക് ഹോം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തട്ടാൻ കൊന്നില്ലെന്നേ ഉള്ളൂ, ഇവിടെ കൊല്ലാൻ ശ്രമിച്ച ഒരു സ്ഥലമാണിത്. ശരിക്കും ഇന്റർലേക്കൻ സിറ്റി പോലൊക്കെ തന്നെ ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ലുസേൺ സിറ്റിക്കുള്ളിലാണ്. ലുസേൺ സിറ്റിയിലൊന്ന് കയറി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് വന്നതാണ്. പക്ഷേ ഇവിടെയൊക്കെ പാർക്കിങ്ങിന് ഇനി എവിടെ പോകണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളിവിടെ ടേക്ക് അവേ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ചക്കു അങ്ങോട്ട് പോയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ. ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് കണ്ടു, അപ്പോൾ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഫുഡ് മേടിച്ചിട്ട് വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ, ഇപ്പോൾ ഡ്രൈവിങ് ചെയ്യാം. അതാണ് പ്ലാൻ. ഇതാണ് ലുസേൺ സിറ്റി. ഇവിടെ ടാറ്റു അടിക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഇന്ന് അടവാണ്, സൺഡേ ആയതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ടാറ്റു അടിക്കുന്നതും ബാംഗ്ലൂർ ഒരു ടാറ്റു അടിക്കുന്നതും തമ്മിലുള്ള പ്രൈസ് വ്യത്യാസം ഭീകരമാണ്. ഇവിടെ എങ്ങനെ അടിച്ചാൽ ഒരു 300-400 ഫ്രാങ്ക് കൊടുക്കേണ്ടി വരും. നാട്ടിൽ
ഒരു 5000 രൂപ. ബിഗ് വ്യത്യാസമാണ്. ഫീൽ ചെയ്തിട്ട് ദേ വരുന്നു. ഓ ആപ്പിൾ പൈ കിട്ടി നമുക്ക്. ബസ് ഇവിടെ പാർക്കിംഗ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്ത് കൺജസ്റ്റഡ് ഏരിയ ആടാ ഇത്. സിറ്റി മുഴുവൻ ഇങ്ങനല്ലേ, ഭയങ്കര ടൈറ്റ്. അതുപോലത്തെ വേറെ ഒരു ടൈപ്പ്. ഇവിടെയൊക്കെ മാക്സിമം 30 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റൂ. ഇതൊരു ബസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ലുസേൺ സൂറിക്കിന്റെ അത്രയും സൂറിക്കിന്റെ അത്രയും വലിയ സിറ്റിയാണോ? ആണല്ലേ. അത്രയില്ല, പൈസയുടെ കാര്യത്തിലാണോ? വാണിജ്യപരമായിട്ട് ലുസേൺ ആണോ വലുത്? നമ്മള് ഇവിടെ ലുസേണിൽ നിന്ന് ഓൾറെഡി ഹൈവേയിലോട്ട് കയറുവാണെന്നാണ് തോന്നുന്നത്. സിറ്റിക്കകത്തുനിന്ന് ഒരു അണ്ടർപാസ് ക്രോസ് ചെയ്ത് പോവാം. ഇതാണ് ലുസേൺ സിറ്റി നമ്മൾ കണ്ടത് കുറച്ചു മുമ്പ്. നമ്മളിപ്പോ സൂറിക്കിലോട്ടാണ് പോകുന്നത്. എനിക്ക് വിശക്കുന്നില്ല എന്നടാ, പക്ഷെ ആ ബ്രേക്ക് ചവിട്ടിയല്ലേ, അത് കഴിഞ്ഞപ്പോ വിശക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്റെ ഫുൾ കാലറി കത്തി. കാര്യം ഒരു നിമിഷം പ്രഷർ ഒന്നല്ലല്ലോ, ആ ഒരു ആ സമയത്ത് നിങ്ങൾ അധികം കാണാത്തോണ്ടാ. അതെ കാര്യം ശരിക്കൊരു സൂപ്പർ ഹിറ്റ് ഇടി അവിടെ നടക്കണ്ട. ആ ഒരു ഭയങ്കര ഞങ്ങളും നോക്കാതിരുന്നേ, അതാകുമ്പോ പിന്നെ ആ സ്ട്രെസ് കുറഞ്ഞു. ഞങ്ങളും കൂടെ റിയാക്ട് ചെയ്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഓ സൂപ്പർ ഹിറ്റ് ഇടിയായിരുന്നടാ അത്. കാര്യം അവരാ ചവിട്ടിയത് അവന് എങ്ങനെയോ ചവിട്ടി നിർത്തി. പക്ഷെ പുറകെ നമ്മൾ വന്നത് ആ കറക്റ്റ് സ്പീഡിലാണ് 80. 100 അപ്പൊ അവിടുത്തെ സ്പീഡ്. ആ സ്പീഡിലാണ് വന്നത് കറക്റ്റ്. ആ അത് പറഞ്ഞ സ്പീഡിൽ തന്നെ വന്നോണ്ടിരുന്നത്. ഒരു ടണലുണ്ട്, റത്തോസനോ ഈ ടണലിന്റെ പേര്, അങ്ങനെ റാത്തൗസൻ. ഓ നല്ല രസമുണ്ട് പോകുന്നതാണ് ആ ഫെറാരി. ഇതുപോലത്തെ വണ്ടികളൊക്കെ ഇതുപോലത്തെ റോഡിൽ പോകണം, ഭംഗി കാണാൻ. സുഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ റോഡിൽ കൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സുഗ്. നമ്മൾ പിന്നെയും പല ടണലുകൾ കയറി ഇറങ്ങി പോവാണ്. എല്ലാ ടണലും എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇത് മറ്റൊരു ടണൽ, ഇസ്ൽബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇനി സൂറിക്കിനൊരു 45 കിലോമീറ്റർ, 30 ഓക്കെ. ഞാനൊരു ഏകദേശം രൂപ പറഞ്ഞു. അപ്പോൾ 30 കിലോമീറ്റർ ആണ് ഇനി നമുക്കുള്ളത്. ഇതൊരു 5 കിലോമീറ്റർ നീളമുള്ള ടണലാണ്. നമുക്ക് അങ്ങ് എത്തത്തില്ല. നമുക്ക് നോക്കത്താ ദൂരത്ത് ആണ് ഇതിൻ്റെ എൻഡ് പോകുന്നത്. അത്ര ദൂരമാണ്. അത്യാവശ്യം നമ്മുടെ ഒരു ദൂരത്തിനെ പറ്റി പറഞ്ഞാൽ ചമ്പക്കുളം ടു മങ്കൊമ്പിനേക്കാളും നീളമാണ് ഈ ടണല്. ഓൾമോസ്റ്റ് സൂറിക് എത്തി. എന്തിനാ ഹോൺ അടിക്കുന്നത്? ഓ നമ്മളങ്ങനെ സൂറിക് ടൗണിലെത്തി. പോകരുതോ ദൈവമേ. ഇവിടെ 50 ഇത് എഴുതിയത് 50.
എടേ ഒരു സൈഡിൽ കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാം, എൻ്റെ തൊട്ട് പുറകിൽ ഒരു ട്രാം, പിന്നെ ആകപ്പാട് ഈ ലൈനിനുള്ളിൽ കൂടെ പൊക്കോണം. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളാണ്, ഓപ്പൺ ഡ്രൈവിംഗ് സ്കൂളാണ് ഇത്. ഇതേ നോക്കിക്കോണേ, തൊട്ട് പുറകിൽ. ഞാൻ ഇന്ന് ലെഫ്റ്റിലോട്ട് എന്തേ കണ്ടോ, മുടിഞ്ഞ വലിയൊരു പീസ് പോയുണ്ടോ? വാവ്, ഓഹോ, മുട്ടുകാല് കൂട്ടിയിടിക്കുക ആദ്യമായിട്ട് ഇതൊരു വണ്ടി ഓടിച്ച. പേടി. അവിടെ ഇരുന്ന് മറ്റേ രണ്ടാമത്തെ സീറ്റിലും മൂന്നാമത്തെ സീറ്റിലും ആ സൈഡിൽ കൂടെ പോണോ? ഇതിപ്പോ എടുത്തില്ലേ, നമ്മൾ ഇതിന്റെ പുറകെ നിൽക്കും കണ്ടോ. ഓ ദേ ഇപ്പൊ നമ്മള് ട്രാക്കിൽ കയറണം, അതിന്റെ പുറകെയാ പോകുന്നത്. പൊന്നു മോനെ, രാത്രിയിലൊക്കെ ഇതുവഴി വന്നതുണ്ടല്ലോ ബോധം കെട്ട് വീഴും. ഇതുപോലെ 2 വണ്ടി ഫ്രണ്ടിലും പുറകിലും വന്ന് നിന്നാ തീർന്നു നമ്മുടെ കാര്യം. അടുത്ത വണ്ടി ഓൺ ദ വേ ആയിരിക്കും അച്ഛന്റെ പുറകിലോട്ട്. യെസ്, ഇവിടുന്നാണോടാ? ഈ ലെഫ്റ്റ്, ഈ റൈറ്റ്. അറിയാവടി, ഇതാ ഈ വണ്ടി പോട്ട്. നീ എന്തി പറയുന്നത്? ടെൻഷൻ അടിക്കുന്നൊന്നുമില്ലേ? നമുക്ക് സ്ഥലമുണ്ട്, അത് ട്രാക്കിൽ നിന്ന് വിടത്തില്ല. ആ ട്രാക്കിൽ നിന്ന് വിടത്തില്ല നിനക്ക് പറയാം, എനിക്കറിയില്ലല്ലോ. ദേ കണ്ടോ എന്റെ മോനെ, കണ്ടോ ഇപ്പൊ നീ പറയുന്നു പോണ്ടാന്ന്, കണ്ടോ? ഇവനെ ഓവർടേക്ക് ചെയ്യാനും സമ്മതിക്കത്തില്ല. ദേ കിടക്കുന്ന അവന്റെ ഒപ്പം വന്ന് നിൽക്കുക. പെട്ടു. നിങ്ങൾ കാണും ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രെയിൻ കിടപ്പുണ്ട്, ട്രാം എന്ന് പറഞ്ഞിട്ട്. ഇതിനിടയിൽ യാത്രക്കാർ പോവും പാട്ടും പാടി, അവൻ സൈക്കിള് പോവും, ഇവന്മാർക്കൊക്കെ പ്രയോറിറ്റി. അതിനിടയിൽ മര്യാദയ്ക്ക് പോവുക നമ്മൾ. അപ്പം ടാറ്റ ബൈ ബൈ. നമ്മൾ വേറെ റൂട്ട് പിടിച്ചു. ട്രാമിൻ്റെ സ്റ്റേഷനാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. ഓ, ഒരു അമ്മച്ചി ക്രോസ് ചെയ്യാനുള്ള പുറപ്പാടില്ല. ആ ട്രാം ഇപ്പം നമ്മുടെ കൂടെ തന്നെ വരും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ വരും. അതിന് മുമ്പായിട്ട് കുറച്ച് ഓടി രക്ഷപ്പെടാം. 40 ഇവിടെ, 40. ആ ഓ, ഇവിടെ 40 ഉണ്ട്. ആദ്യമായിട്ട് കാണുമോ? 50, 60, 40, 30, 10 ഉണ്ട് ഇടയ്ക്ക്. ചിലടത്ത് 20 കുറവാ. അവിടെ ഒരു ട്രാം കിടപ്പുണ്ട്. സൗദിയിൽ എവിടെയാണ് 20? 40 കാണും. 20, 40, 60, 80 വരുന്നത്, പിന്നെ 120. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മുടെ പുതിയ യാത്രകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.